ഭാരത സംസ്കാരം അനുസരിച്ച് ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ ചില പ്രത്യേക മുഹൂർത്തങ്ങൾ, ഇതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. ഇതൊക്കെ വിശേഷപ്പെട്ടതാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് നമ്മൾക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളും നോക്കിയാൽ ഈ വിശേഷ ദിവസങ്ങളെ പറ്റിയുള്ള പരാമർശം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ത്രേതായുഗത്തിൽ അവതരിച്ച അവതാരമായിരുന്നു ശ്രീരാമൻ. എന്നാൽ ശ്രീരാമൻ ആ ശരീരത്തോടുകൂടി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ശ്രീരാമൻ നമ്മിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? രാമായണത്തിലൂടെ, രാമായണം എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ജീവിക്കുന്നത്. ആ ഗ്രന്ഥം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അയോധ്യ എവിടെയാണ് എന്ന് പോലും ഇന്ന് തർക്കമാണ്. അവിടെ തന്നെയാണോ ശ്രീരാമൻ്റെ ജന്മഭൂമി എന്ന്? അത് ഉറപ്പിക്കാനുള്ള ഒരു കാരണം നമുക്കറിയാം. രാമായണത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സരയൂ നദിയെ പറ്റി. ഈ അയോധ്യ എന്ന് പറയുന്ന ഭൂവിഭാഗത്തിൽ ആ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്ന ആ ഒരു ഭാഗത്തിന് മാത്രമാണ് സരയൂ എന്ന് പേര്. അതിനപ്പുറവും ഇപ്പുറവും എല്ലാം ആ നദിക്ക് വേറെ പേരാണ്. അപ്പം അതും അയോധ്യ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കാരണമായി. ഈ രാമായണം ഇല്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അതുപോലെ അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. ശ്രീകൃഷ്ണൻ അവതരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ അത് അവതാരമാണെന്ന് കുറച്ചു പേർ മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹം സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ഇന്ന് നമ്മൾ ആ ഒരു ശ്രീമദ് ഭാഗവതം ഉള്ളത് കൊണ്ട് ശ്രീകൃഷ്ണ ലീലകൾ മനസ്സിലാക്കുന്നു. ശ്രീകൃഷ്ണൻ ഇന്നും നമ്മളുടെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നു. ഗുരുവായൂർ എങ്ങനെ ഗുരുവായൂരായി? ഈ ഭാഗവതത്തിലൂടെയാണ്. ഭാഗവതത്തിൽ ഭഗവാനെ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുക. പക്ഷേ ഇന്ന് ഭാഗവതം ഉപാസിക്കുന്ന ആചാര്യന്മാരെല്ലാം എന്താ പറയുക? എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് പറയുക. ആ ശ്രീകൃഷ്ണനെ പോലും പറയുന്നത് ഗുരുവായൂരപ്പ എന്നാണ്. എങ്ങനെയാണ്? ആ ഗുരുവായൂരിൽ ഇതുപോലെ തിരക്കൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എന്തു ചെയ്തു? എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു ആചാര്യൻ ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നു, ഭാഗവത പാരായണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആരെങ്കിലും വന്നിരുന്ന് കേൾക്കും. ഭഗവത് കഥകൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരുന്നു. ആ ഭഗവത് കഥകൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ആളുകളുടെ ഉള്ളിൽ ഭക്തി നിറയും. ആളുകളുടെ ഉള്ളിൽ ആ ഭഗവാനെ പറ്റിയുള്ള ചിന്ത കൂടുതലായിട്ട് വരും. ഭഗവാന്റെ ചരിതം മനസ്സിലാക്കണമെന്ന് തോന്നും. ചിലർ പറയും പ്രഭാഷണം നടത്തുമ്പോൾ, കഥകൾ പറയുമ്പോൾ വെറുതെ കഥകൾ മാത്രം പറയുന്നു എന്ന്. അങ്ങനെയല്ല. ശ്രീമദ് ഭാഗവതത്തിലെ കഥകളില്ലേ? രാമായണത്തിലെ കഥകളില്ലേ? പുരാണങ്ങൾ നോക്കിയാൽ കഥകളില്ലേ? ഇതിഹാസങ്ങളും പുരാണങ്ങളും എടുത്താൽ ഈ കഥകളാണ് നമ്മളുടെ സംസ്കാരത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ, ആ ഗുരുവായൂരായത് അവിടെ ഇത്ര മാത്രം ആ ഭാഗവത പാരായണം നടന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ അനുബന്ധിച്ച്, ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇവിടെ ഞാൻ പ്രഭാഷണം നടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല, എല്ലായ്പ്പോഴും സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം, ഇപ്പം ഇവിടെയാണെങ്കിൽ ശിവപുരാണമോ പാരായണം, അതിൻ്റെ പ്രവചനമൊക്കെ നടന്നാൽ ആ ഒരു ദേശത്തിലെ ആളുകളിലേക്ക് അതെത്തും. അതുപോലെ ഈ ഗ്രന്ഥങ്ങളിൽ ഈ ഓരോ വിശേഷ ദിവസത്തിൻ്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ തിരുവാതിര മഹോത്സവമാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് നമുക്ക് അറിയാം, മകരമാസമാണ്. തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയാണ്. തിരുവാതിര മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രമാണ്. ശരിക്കും ഈ നക്ഷത്രത്തിൻ്റെ പേര് ആതിര എന്നാണ്. എന്നാൽ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിഗ്രി കൂടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് കുറച്ച് ബഹുമാനം കൊടുത്തു. തിരുവാതിര എന്ന് ആക്കി നമ്മൾ മാറ്റി. കാരണം മഹാദേവനാണ് ആ നക്ഷത്രത്തിൻ്റെ ദേവൻ. 2 ഐതിഹ്യങ്ങൾ ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. പൊതുവെ നമ്മൾ ധനുമാസത്തിലെ തിരുവാതിര എടുത്താൽ അന്ന് പുരുഷന്മാർക്ക് വലിയ റോളൊന്നുമില്ല. ഇത് സ്ത്രീകളുടെ ഒരു ഉത്സവമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കായിട്ട് ഇങ്ങനെ ഒരു ഉത്സവം വെച്ചിരിക്കുന്നത്?
ധനുമാസത്തിലെ തിരുവാതിര കഴിഞ്ഞു എന്ന് എനിക്കറിയാം, ഇത് മകരത്തിലെ തിരുവാതിരയാണ് എന്ന്. എങ്കിലും ഇവിടെ തിരുവാതിര മഹോത്സവമായതുകൊണ്ട് ഈ ഒരു നക്ഷത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ മാസത്തെയും തിരുവാതിര വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ മകരമാസത്തിലെ തിരുവാതിരയും ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ 2 ഐതിഹ്യങ്ങളാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിതം, മഹാദേവന്റെ പത്നിയായിട്ടുള്ള സതീദേവി തൻ്റെ പിതാവായിട്ടുള്ള ദക്ഷനാൽ അപമാനിക്കപ്പെട്ടപ്പോൾ ഹോമകുണ്ഡത്തിൽ തൻ്റെ ശരീരം ത്യജിച്ചു. പിന്നീട് മഹാദേവൻ കഠിനമായിട്ടുള്ള തപസ്സിലാണ്. എന്നാൽ ആ സമയത്താണ് ഭൂമിയിൽ താരകാസുരൻ്റെ ശല്യം കൂടി വരുന്നത്. താരകാസുരൻ ഒരു വരം മേടിച്ചിട്ടുണ്ട്. മഹാദേവന്റെ അംശത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് 7 ദിവസം പ്രായമേ ആകാവുള്ളൂ. ഈ കുട്ടി മാത്രമേ തന്നെ വധിക്കാവുള്ളൂ. നല്ല ബുദ്ധിശാലിയാണ് താരകാസുരൻ. കാരണം സതീദേവി ഹോമകുണ്ഡത്തിൽ ചാടിയത് താരകാസുരൻ അറിയാം. അപ്പം അതുകൊണ്ട് ഒട്ടനെ ഒന്നും ഇത് നടക്കാൻ പോകുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് നല്ലതുപോലെ കുരുട്ടു ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വരം ചോദിച്ചത്. എന്താണെങ്കിലും താരകാസുരനെ കൊണ്ട് അവർ 3 പേരുണ്ട്, സഹോദരന്മാർ. 3 പേരെ കൊണ്ടും ആർക്കും ഇരിക്കപ്പുറതി ഇല്ലാതെയായി. അപ്പം എന്ത് ചെയ്തു? ദേവന്മാരെല്ലാം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയൊക്കെ ശരണം പ്രാപിച്ചു. മഹാദേവൻ കഠിന തപസ്സിലാണ്. അപ്പോൾ പറഞ്ഞു, നമുക്കെല്ലാവർക്കും പോയി ഒന്ന് മഹാദേവനോട് അഭയം പ്രാപിക്കാം. അപ്പോൾ പറഞ്ഞു, തപസ്സിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്ത് ചെയ്തു? കാമദേവനോട് പോയി പറഞ്ഞു, ഒന്ന് ആരെയെങ്കിലും ഒന്ന് വിവാഹം കഴിക്കാനൊന്ന് മനസ്സിൽ തോന്നണ്ടേ. അപ്പോഴാണ് മനസ്സിലായത്, ഹിമവാന്റെ പുത്രിയായിട്ടുള്ള പാർവതി ദേവി മഹാദേവനെ പതിയായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മഹാദേവൻ്റെ ഉള്ളിലൊരു അനുരാഗം വരണ്ടേ. അപ്പം കാമദേവനോട് പോയി പറഞ്ഞു. കാമദേവൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ പരിപാടിക്കില്ല, വേറെ ആരോടും അല്ല ഇടപെടേണ്ടത്. ആ കണ്ണെങ്ങാനും തുറന്നാൽ എൻ്റെ കഥ കഴിയും. പക്ഷേ ലോക നന്മയ്ക്കായിട്ട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കാമദേവൻ അത് സമ്മതിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ചരിതമാണ്. അങ്ങനെ ആ കാമദേവൻ മഹാദേവനിലേക്ക് അമ്പെയ്യുകയാണ്. തൻ്റെ തൃക്കണ്ണ് തുറന്നു. ഒരു വശത്ത് പാർവതി ദേവി ഉണ്ട്, പക്ഷേ മറുവശത്ത് മറഞ്ഞു നിൽക്കുന്ന കാമദേവനെ കണ്ടു. തൃക്കണ്ണ് തുറന്നു, ചാമ്പലാക്കി. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നം വന്നു. കാമനില്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരിൽ അനുരാഗമുണ്ടാകില്ല. അനുരാഗമില്ലെങ്കിലോ സൃഷ്ടി ഇല്ലാതെയാവും. അപ്പോൾ വലിയ പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്തു? ദേവന്മാരെല്ലാം വീണ്ടും പോയി പറഞ്ഞു കാര്യങ്ങളെല്ലാം. അവസാനം എന്താണെങ്കിലും ആ കാമദേവനെ ജീവിപ്പിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരീരമില്ലാതെ. നമ്മൾ ആരെങ്കിലും കാമദേവനെ ശരീരത്തോടു കൂടി കണ്ടിട്ടുണ്ടോ? കാമത്തിന് ശരീരമുണ്ടോ? രൂപമൊന്നുമില്ല, സൂക്ഷ്മമാണ്. എന്താണെങ്കിലും പാർവതി ദേവിയെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച പുണ്യദിനമാണ് തിരുവാതിരയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ തിരുവാതിര സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സുന്ദരിയായിട്ടുള്ള ആ പാർവതി ദേവി ആ മഹാദേവനെ ലഭിക്കണമെന്ന് വിചാരിച്ച് വളരെയധികം കഠിനമായിട്ടുള്ള തപസ്സാണ് ചെയ്തത്. അപ്പോൾ ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യം എത്രമാത്രം ശ്രമിച്ചും താൻ നേടിയെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ദിവസം സ്ത്രീകൾ നല്ല കുരവയിട്ടും കുളിക്കാനായിട്ടും ആർത്തുല്ലസിച്ചൊക്കെ പോകുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പാർവതി ദേവിയുടെ സന്തോഷമാണ്. വിവാഹം കഴിഞ്ഞ് കൂട്ടുകാരികളുമായിട്ട് ഊഞ്ഞാലാടുകയും ഉല്ലസിക്കുകയും കാട്ടുപൂക്കളൊക്കെ തലയിൽ വെച്ച് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് ഈ തിരുവാതിര ആഘോഷിക്കുന്നത്. സ്ത്രീകളുടെ ഉല്ലാസം, സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ലോകം, അത് മഹാദേവൻ പോലും അനുവദിച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു ചരിതം. ശിവപുരാണത്തിൽ ഈ ചരിതങ്ങളെല്ലാം പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത്, ദാരുക വനത്തിൽ കുറേ ഋഷിമാർ തപസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ തപസ് ചെയ്തവർക്ക് ശക്തി കൂടിയപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായി. അപ്പോൾ എന്തായി? മഹാദേവന് ഹവിസ് സമർപ്പിക്കാതെയായി. മഹാദേവൻ പോലും അവർക്ക് പ്രാധാന്യമില്ലാത്തതായി. അപ്പോൾ എന്തായി? ദേവന്മാരെല്ലാവരും വന്ന് പരാതി പറയാൻ തുടങ്ങി. മഹാദേവനും വിഷമായി. മഹാദേവൻ എന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ കൂട്ടുപിടിച്ചു. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? മഹാവിഷ്ണു മോഹിനിയുടെ രൂപത്തിലും മഹാദേവൻ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലും
ഋഷിമാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. പക്ഷേ യാഗം ചെയ്തുകൊണ്ടിരുന്ന ഋഷിമാർക്ക് മോഹിനിയെ കണ്ടപ്പോൾ ശ്രദ്ധ പോയി. അവരെന്ത് ചെയ്തു? യാഗം നിർത്തിവെച്ചിട്ട് മോഹിനിയുടെ പുറകെ പോയി. പക്ഷെ അതോടൊപ്പം ഭിക്ഷക്കാരനെങ്കിലും വളരെയധികം സൗന്ദര്യമുള്ള ആ ഒരു യുവാവിനെ കണ്ടപ്പോൾ ഋഷിമാരുടെ പത്നിമാർക്ക് മോഹം വരാൻ തുടങ്ങി. അപ്പം അവരെന്ത് ചെയ്തു? പ്രസാദമൊക്കെ കൊണ്ട് ഉണ്ടാക്കാനിരുന്ന അവര് ആ ഭിക്ഷുവിൻ്റെ കൂടെയും പോകാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യാഗം ഹോമമൊക്കെ മുടങ്ങി എന്ന്. കാരണം എന്താണ്? ഇവിടെ ഹവിസൊന്നും കൊടുക്കുന്നില്ലോ, പിന്നെ എന്തിനാണിത് ചെയ്യുന്നത്? ഇത് മുടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പത്നിമാരാരും ഇല്ല. നമ്മളാരുടെ പുറകെ പോയാലും കുഴപ്പമില്ല, പക്ഷെ പത്നിമാർ പോകുമ്പോൾ അത്ര സഹിച്ചില്ല. അപ്പോൾ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതിനായിട്ട് ഋഷിമാർ തൻ്റെ തപശക്തി ഉപയോഗിച്ച് അവർ ഒരു പുലിയെയും ഒരു പാമ്പിനെയും സൃഷ്ടിച്ചയച്ചു. പക്ഷെ അതിനുള്ളിൽ മോഹിനി വൈകുണ്ഠം എത്തി. നല്ല സ്പീഡായിരുന്നു. ഭിക്ഷുവിൻ്റെ അടുക്കലേക്കാണ് പിന്നെ ഈ പുലിയെയും പാമ്പിനെയും അയച്ചത്. മഹാദേവൻ എന്ത് ചെയ്തു? പുലിയുടെ തോല് കീറി നേരെ കുറച്ചെടുത്ത് ധരിച്ചു, ഇരിപ്പിടമൊക്കെ ആക്കി. പാമ്പിനെ എടുത്ത് കഴുത്തിലും അണിഞ്ഞു. പോയ ആളുകളൊന്നും തിരിച്ചു വരുന്നില്ല. ഋഷിമാർ രണ്ടുപേരെ പറഞ്ഞു വിട്ടു, അവരൊന്നും തിരിച്ചു വരണില്ല. അപ്പം അവരെന്ത് ചെയ്തു? ഒരു ഭൂതത്തിനെ പറഞ്ഞയച്ചു. ഭഗവാൻ ഭൂതത്തിനെ കീഴടക്കി കാലിൽ ചവിട്ടി നിർത്തി നർത്തനമാടാൻ തുടങ്ങി. ഭഗവാന്റെ ആ ഒരു രൂപം, മഹാദേവൻ്റെ രൂപം കൈക്കൊണ്ടുകൊണ്ടാണ് ഭഗവാൻ ആ നർത്തനമാടിയത്. അപ്പോഴാണ് അവിടെ ആ ഋഷിമാർ വരുന്നത്. ഋഷിമാർക്ക് ഭഗവാൻ ആ ഭൂതത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് നർത്തനമാടുന്ന ആ ഒരു ദർശനം ലഭിച്ചു. അതും ഒരു തിരുവാതിര നാളിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാദേവനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല ചരിതങ്ങളും നടന്നത് ഈ തിരുവാതിര നാളിലായതുകൊണ്ട് തിരുവാതിര മഹാദേവന് വളരെ വിശേഷപ്പെട്ട ദിവസമായി എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ തിരുവാതിര എന്ന് പറയുമ്പോഴേ നമുക്ക് മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നും. മഹാദേവന് പ്രത്യേകപ്പെട്ട ദിവസമായതുകൊണ്ട് അന്ന് കൂടുതൽ വ്രതശുദ്ധിയോടുകൂടി നമുക്ക് ആചരണങ്ങൾ ചെയ്യാനായിട്ടും നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് ആ ഒരു തിരുവാതിര, ആ ആർദ്രാ ദർശനം ഋഷിമാർക്ക് ഉണ്ടായിട്ടുള്ള ദിവസം എന്നുള്ള രീതിയിൽ വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മഹാദേവ ക്ഷേത്രങ്ങളിലെ മിക്ക സ്ഥലങ്ങളിലും തിരുവാതിര ദിവസമായിരിക്കും ആറാട്ട്. ഇനി മഹാദേവനുമായിട്ട് ഇതുപോലെ വളരെ ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്ന ശിവരാത്രി. ശിവരാത്രി എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. അതെങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും, ഈ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ, നമ്മളുടെ പ്രഭാഷണം യൂട്യൂബിലൊക്കെ വരുമ്പോൾ പറയും, ടീച്ചർ ശിവനെ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ ശിവൻ ശിവൻ എന്നാണ് പറയുന്നത്, ഒന്ന് ശ്രീ എന്നൊക്കെ ചേർത്ത് പറയായിരുന്നു എന്ന് പറയും. ഒരിക്കലും ശിവൻ എന്നുള്ള പേരിൻ്റെ കൂടെ ശ്രീ എന്ന് ചേർക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശിവം എന്നാൽ തന്നെ മംഗളം എന്നാണ് അർത്ഥം. അത് അദ്വൈതം, ഏകം എന്നതിൻ്റെ രൂപം തന്നെയാണ്. നിങ്ങൾ ശ്രീകൃഷ്ണൻ ശരീരമെടുത്തതായിട്ട് നമുക്കറിയാം. നമ്മൾ ഭാഗവതത്തിൽ നോക്കിയാൽ ശ്രീകൃഷ്ണൻ്റെ ജനനം കാണാൻ സാധിക്കും. അപ്പം എന്താണ്, ഭാഗവതത്തിൽ സപ്താഹമൊക്കെ നടത്തുമ്പോൾ ശ്രീകൃഷ്ണ അവതാരം നമ്മൾ ആഘോഷിക്കും. ശ്രീരാമൻ്റെ അവതാരം നമുക്കറിയാം അല്ലേ, ശ്രീരാമ നവമിയൊക്കെ ആയിട്ട് ആഘോഷിക്കും. എവിടെയെങ്കിലും മഹാദേവൻ്റെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പോകുമ്പോൾ ഈ വഴിയിൽ ഈ പടങ്ങളൊക്കെ വിൽക്കില്ലേ, അവർ മഹാദേവൻ ഒരു തൃശൂലമൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്ന പടം കാണാം. അത് ശരിയല്ല. പക്ഷെ അതല്ലാതെ ഒരു ഗ്രന്ഥങ്ങളിലും മഹാദേവന് ജനനമോ അല്ലെങ്കിൽ മഹാദേവൻ തൻ്റെ ശരീരം ത്യജിച്ചതായിട്ടുള്ള ചരിതമോ ഇല്ല. മഹാദേവൻ എന്നാൽ അപൂർണമാണ്, ആ പരബ്രഹ്മമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മഹാദേവനെ സൂചിപ്പിക്കുന്നത് 1 എന്ന് പറയുന്ന സംഖ്യയാണ്, ഒറ്റ സംഖ്യ. നമുക്കറിയാം പ്രദക്ഷിണമൊക്കെ 1, 3 അങ്ങനെയുള്ള രീതിയിലാണ്. ഇപ്പം ഇവിടെ നമ്മൾ ശാസ്താവുമായി ബന്ധപ്പെടുത്തി നോക്കിയാലും നമുക്കിതറിയാം. നമുക്കറിയാം മഹാദേവൻ്റെ ചൈതന്യവും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം, മോഹിനിയുടെ ചൈതന്യവും ചേർന്നിട്ടാണ്
ശാസ്താവ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ ആധ്യാത്മിക തലങ്ങളുണ്ട്. കുണ്ടലിനി ശക്തി വെച്ച് നോക്കുമ്പോൾ ആ ചക്രങ്ങൾ തമ്മിലുള്ള സംയോഗമൊക്കെ ഇവിടെ വരുന്നുണ്ട്, വിഷ്ണു ചക്രം ഒക്കെ. പക്ഷെ അത്രയും തലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 41 മണ്ഡലകാലത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ, 41 എന്നുള്ളത്. ആ പ്രാധാന്യം വരാൻ ഒരു കാരണം 4 എന്നുള്ള സംഖ്യ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ചതുർഭുജധാരിയാണ് അല്ലേ. അതുപോലെ 4 വേദങ്ങളെ സൂചിപ്പിക്കുന്നു. എല്ലാത്തിലും ആ 4 എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. 1 മഹാദേവനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മഹാവിഷ്ണുവും മഹാദേവനും ചേർന്ന് ശാസ്താവ് ഉണ്ടായതുകൊണ്ട് ഈ 4 1 ചേർന്ന് 41 പ്രാധാന്യമുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്നത് ആ ബ്രഹ്മം, ഏകം എന്നുള്ളതാണ് മഹാദേവനെ സൂചിപ്പിക്കുന്നത്. മഹാദേവൻ ശരീരമായിട്ട് എടുത്തിട്ടില്ലാത്തത് കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു അവതാരം എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു അപവിത്രത മഹാദേവനില്ല. അതുകൊണ്ടാണ് അവിടെ ശ്രീ ചേർക്കാത്തത്. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം, മംഗളം എന്നൊക്കെയാണ്. നേരെ മറിച്ച് ഒരു അവതാരം എടുത്തത് കൊണ്ട് ചെറിയൊരു അപവിത്രത ശ്രീകൃഷ്ണൻ ശ്രീരാമനുണ്ട്. അതുകൊണ്ടാണ് അതിനോടുകൂടി ശ്രീ എന്ന് ചേർക്കുന്നത്, ശ്രീകൃഷ്ണൻ ശ്രീരാമൻ. പക്ഷെ ക്ഷേത്രത്തിന് പറയാം കേട്ടോ, ക്ഷേത്രത്തിനാവുമ്പോൾ എന്താണ്? ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയാം. ഇപ്പം മള്ളിയൂരിലെ കൊച്ചു കുട്ടിയുടെ പേര് ശ്രീ ശിവൻ എന്നാണ്. അതൊരു വ്യക്തിക്കിടാം. പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ പൊതുവെ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം തന്നെയാണ്. ആ മംഗളത്തിൻ്റെ കൂടെ വീണ്ടും ഇനി ശ്രീ ചേർത്ത് മംഗളമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളം തരുന്ന രാത്രി. രാത്രി എന്നാൽ ഇരുട്ട് നിറഞ്ഞതാണ്. പക്ഷെ അത് നമുക്ക് മംഗളത്തെ തരുന്നു, മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ശിവരാത്രി എന്നാണ് വരുന്നത്? കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് അല്ലേ? കുംഭമാസത്തിലെ, മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം. കൃഷ്ണപക്ഷം ശുക്ലപക്ഷമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടല്ല പൊതുവെ ശിവരാത്രി പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ചന്ദ്രൻ 16 കലകളോടും കൂടി നിൽക്കുന്നതിനാണ് നമ്മൾ പൗർണമി എന്ന് പറയുന്നത്. പിന്നീട് ചന്ദ്രൻ്റെ ഓരോ കലകളായിട്ട് കുറഞ്ഞു വരുന്നു. ഒരു കലകളും ഇല്ലാത്ത അവസ്ഥയാണ് അമാവാസി എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസം എന്തായിരിക്കും? ചന്ദ്രൻ ഒരു കല മാത്രമായിട്ട് അവശേഷിക്കുന്ന ദിവസമായിരിക്കും. ചന്ദ്രൻ ക്ഷീണിതനാണ്. പൗർണമിക്ക് ചന്ദ്രൻ സകല പ്രഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ ചന്ദ്രനും നമ്മുടെ മനസ്സും തമ്മിൽ ബന്ധമുണ്ട്. പുരുഷ സൂക്തത്തിൽ പറയുന്നു, ചന്ദ്രമാ മനസ്സോ ജാതഃ, ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ജനിക്കുന്നത്? ചന്ദ്രൻ ഗർഭിണിയായിട്ടാണോ? അങ്ങനെയല്ല. ചന്ദ്രൻ്റെ സ്വഭാവം, അതായത് അച്ഛൻ്റെ സ്വഭാവം മക്കൾക്ക് കാണുമല്ലോ, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വഭാവം നമ്മളുടെ മനസ്സിനുണ്ട്. വൃദ്ധിക്ഷയങ്ങൾ. ചില ദിവസം നമുക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ? ചില ദിവസം എവിടെയെങ്കിലും തൂങ്ങി പിടിച്ചിരിക്കുന്നത് കാണാം, ആകെ മൂഡ് ഔട്ടായിട്ട്. അപ്പം ഈ മനസ്സിനും ഇതുപോലെ വൃദ്ധിക്ഷയങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം ചന്ദ്രൻ്റെ ആ പ്രഭാവം, വേലിയേറ്റം, വേലിയിറക്കം, ഇതിലെല്ലാം ഉണ്ട്. അതുപോലെ മാനസികമായിട്ട് രോഗമുള്ളവർക്ക് ഇതനുസരിച്ച് രോഗം കൂടുന്നതായിട്ട് കാണാം. അമാവാസി ദിവസങ്ങളാകുമ്പോൾ ആക്സിഡൻസ് കൂടുന്നതായിട്ട് കാണാം. ഇതെല്ലാം ഗ്രഹങ്ങളുടെ ആ ഒരു പ്രവർത്തനമാണ്. ഇതെല്ലാം ഇന്ന് ശാസ്ത്രം, സയൻസ് പതുക്കെ പതുക്കെ കണ്ടുപിടിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് ഇതെല്ലാം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രനും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധമുണ്ട്. ചന്ദ്രമാ മനസ്സോ ജാതഃ പുരുഷ സൂക്തത്തിൽ പറയുന്നു. അപ്പം എന്താണ്? ഇതേ ദിവസം നമ്മളുടെ മനസ്സും കലകളെല്ലാം അസ്തമിച്ച് ക്ഷീണിച്ച അവസ്ഥയിലാണ്. ഈ സമയം ഏകാദശ രുദ്രന്മാർ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഏകാദശ രുദ്രന്മാർ എന്ന് പറഞ്ഞാൽ തമോ ഗുണ പ്രധാനികളായിട്ടുള്ളവരാണ്, നമുക്ക് നല്ലവരായിട്ടുള്ളവരല്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ്, ഇപ്പം നമ്മളുടെ ശരീരം ദുർബലമായിരിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുക, രോഗാണുക്കൾ പ്രവേശിക്കുക. ഇതുപോലെ തന്നെ മനസ്സിനും അവസ്ഥയുണ്ട്.
മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് വേണ്ടാത്ത വിചാരം വരിക. ആളുകൾ ആത്മഹത്യ ചെയ്യുന്നപ്പോഴാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുക. മനസ്സ് വളരെയധികം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർ പറയില്ലേ. അപ്പം മനസ്സ് വളരെ താഴ്ന്നിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വിചാരങ്ങൾ വരിക. ദുഷ്വിചാരങ്ങൾ, ദുഷ്പ്രവണതകൾ, വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം ഈശ്വര ഭജനം ചെയ്യണം, മനസ്സിന് കരുത്തുണ്ടാക്കണം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? അന്ന് രാത്രി ഉറക്കളച്ച് നമ്മളോട് ഭജിക്കാനായിട്ട് പറയും. ചിലർ പറയും ഉറക്കളച്ചിരുന്നു. എങ്ങനെയാ? സീരിയൽ കണ്ടുകൊണ്ടിരുന്നു. രാത്രി ഒരു 2 സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ പൂർണ്ണമായി. ഇതങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലേക്ക് തമോ ഗുണങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര ഭജനത്തോടു കൂടി ഉറക്കളച്ച് ഇരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ധ്യാനിച്ചാൽ പോരാ. ഇപ്പോൾ കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നുണ്ട്, കണ്ണടച്ച് നിൽക്കുന്നുണ്ട്, അത് ധ്യാനാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി, എന്നിട്ട് അന്ന് ദേഷ്യം കാരണം ആഹാരം ഒന്നും കഴിച്ചില്ല, എന്നിട്ട് വ്രതം എടുക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയല്ല. വ്രതത്തിന് അതിൻ്റെ ഉദ്ദേശമുണ്ട്. വ്രതം ഭഗവാന് വേണ്ടിയിട്ടല്ല എടുക്കുക, നമുക്ക് വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത്. മാത്രമല്ല, വ്രതം എടുക്കുന്നത് ഭഗവാനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ആഹാരം കഴിച്ചാൽ നമുക്ക് വളരെയധികം ക്ഷീണം വരും. ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നമുക്കെല്ലാം ശ്രദ്ധ വരും. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ നമുക്ക് പലപ്പോഴും ഉറക്കം വരും. അതേ സാറ് തന്നെയായിരിക്കും ഉച്ച കഴിഞ്ഞ് വരിക. അപ്പോൾ സാറിൻ്റെ കുഴപ്പമല്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ കൂടുതൽ ആഹാരം കഴിച്ചാൽ നമുക്ക് കണ്ണ് തൂങ്ങും, ഉറക്കം വരും. അപ്പം അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഉച്ചത്തെ ആ ഭക്ഷണപാത്രം എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ വരെ വീഴും, അത്തപ്പൂക്കളം ഇട്ടതുപോലെ ഇരിക്കും. അത്ര നിറച്ച് കുത്തി നിറച്ചിട്ടാണ് കൊണ്ടുവരിക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉച്ചയ്ക്ക് ആവശ്യത്തിന് ഒരു പകുതി ഭക്ഷണം, ബാക്കി വെള്ളം കുടിക്കുക. ആ രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. രാവിലെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയും. കാരണം രാത്രി വളരെയധികം സമയം ആഹാരമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അതാണ് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഒരു ഉന്മേഷ, ഷുഗറൊക്കെ ഒന്ന് നോർമലാകും നമുക്ക്. അപ്പം എന്താണെന്ന് വെച്ചാൽ വ്രതം എടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മിതമായിട്ടുള്ള ഭക്ഷണം, മാത്രമല്ല വളരെ കട്ടിയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മുടെ ഊർജ്ജം മുഴുവൻ അത് ദഹിപ്പിക്കാനായിട്ട് പോകും. നമ്മളുടെ ഊർജം കുറയുമ്പോൾ തമോ ഗുണ പ്രധാനികളായിട്ടുള്ള ശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പം നമ്മളുടെ ശക്തി പോകാതെ നമ്മുടെ ഉള്ള ശക്തിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വളരെയധികം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പറയാം. പക്ഷേ ചിലർക്ക് അത് താങ്ങാൻ പറ്റില്ല. പക്ഷെ ചിലർ കഴിക്കാതെ ഇരുന്നിട്ട് വിശക്കുന്നേ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കുക, അവന് എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റുമോ അത്രത്തോളം നിയന്ത്രിക്കുക, അത് മതി. പക്ഷെ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ശിവരാത്രി ദിവസത്തിൻ്റെ പ്രാധാന്യം അതും ഐതിഹ്യമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചു പേരെങ്കിലും കേട്ടിരിക്കും. എങ്കിലും ശിവരാത്രിയെ പറ്റി പറയുമ്പോൾ അത് അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി, ആരാണ് വലിയവനെന്ന്. അപ്പോൾ അവസാനം തർക്കത്തിന് പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നും ആയില്ല. ആ സമയത്താണ് അവരുടെ മുന്നിൽ ഒരു തേജോ പുഞ്ചം വന്ന് നിൽക്കുന്നത്. വളരെ വലിയ ഒരു തേജോ പുഞ്ചമാണ്, തേജസ്. അറ്റം കാണാൻ പറ്റില്ല, മുകളും കാണാൻ പറ്റില്ല, താഴെയും കാണാൻ പറ്റില്ല. അപ്പം ഇവർ തീരുമാനിച്ചു ഇതിൻ്റെ അറ്റം ആദ്യം കണ്ടെത്തുന്നയാളാണ് കേമൻ. അപ്പം എന്ത് ചെയ്തു? വിഷ്ണുദേവൻ ഒരു പന്നിയുടെ രൂപത്തിൽ താഴേക്കും ബ്രഹ്മാവ് ഒരു ഹംസത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്കും പോയി. എത്രയോ കാലം സഞ്ചരിച്ചിട്ടും ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ സമയത്താണ് മുകളിൽ നിന്നൊരു താഴമ്പൂ വരുന്നത് കണ്ടത്. അപ്പോൾ ബ്രഹ്മദേവനല്ലേ മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അങ്ങ് ശിരസിൽ നിന്നാണ് വരുന്നത് പറഞ്ഞു. അത് എത്ര ദൂരമുണ്ട്? അയ്യോ അതറിയില്ല, ഞാൻ പുറപ്പെട്ട കാലം തന്നെ എനിക്കറിയില്ല എപ്പോഴാന്ന്. അപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി ഇത് ഉടനെ ഒന്നും തീർപ്പാകുന്ന കാര്യമല്ല. അപ്പം ചോദിച്ചു, എന്നാൽ പിന്നെ നീ എനിക്ക് വേണ്ടി ഒരു കള്ളസാക്ഷി പറയാവോ? ഞാൻ അവിടെ വന്ന് നിന്നെ എടുത്തതാണെന്ന് നീ ഒന്ന് കള്ളസാക്ഷി പറഞ്ഞാൽ മതി. അപ്പം വിചാരിച്ചു, എന്നാൽ പറഞ്ഞേക്കാം, നിൻ്റെ കാര്യമൊക്കെ ഞാൻ വേണ്ട പോലെയൊക്കെ നോക്കാം,
അപ്പം ഒന്ന് ആലോചിക്കുക, അന്നേ ഈ കള്ളസാക്ഷികളുടെ പരിപാടികളൊക്കെ ഉണ്ട്, കള്ളസാക്ഷികളൊക്കെ അന്നേ ഉണ്ട്. ഇതൊന്നും ഇന്നത്തെ ഒരു ട്രെൻഡല്ല, എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ പറഞ്ഞു ശരി ഞാനത് ചെയ്യാം. തിരിച്ചു വന്നു. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ക്ഷീണിച്ച് വന്ന് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്, രക്ഷയില്ല വിചാരിച്ച്. അപ്പോൾ ബ്രഹ്മദേവൻ വിജയശ്രീലാളിതനായിട്ട് വന്ന് പറഞ്ഞു, ഞാൻ അറ്റം കണ്ടു, ഇതാ കണ്ടില്ലേ, ഞാൻ സാക്ഷിയായിട്ട് കൈതപ്പൂ താഴമ്പൂവിനെ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ താഴമ്പൂവിനോട് ചോദിച്ചു ശരിയാണോ? ആ ശരിയാണ്. അപ്പം പിന്നെ തീരുമാനമായി. ആ സമയത്താണ് ആ തേജോ പുഞ്ചത്തിൽ നിന്നും അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ ബ്രഹ്മാവിന് അന്ന് 5 തലകൾ ഉണ്ടായിരുന്നു. അതിൽ ആ കള്ളം പറഞ്ഞ ആ മുകളിലേക്കുള്ള ഒരു തല നുള്ളിയെടുത്ത് കളഞ്ഞു. ഈ ചരിതങ്ങളെല്ലാം അതോടുകൂടി പിന്നെ ബ്രഹ്മദേവന് പൊതുവെ പറയാറുള്ളത്, നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രധാന വിഗ്രഹമായിട്ട് ദേവനായിട്ട് പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യാറില്ല, ശാപം കിട്ടി. താഴമ്പൂവിനെ പിന്നെ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല എന്നും പറയാറുണ്ട്. ഈ കഥകളെല്ലാം എന്തിനാണ്? കഥകളിൽ എല്ലാത്തിലും ഒരു തത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ബ്രഹ്മദേവൻ 5 തലയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മദേവന് ഈ 4 കാലങ്ങളും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നവനും മുകളിലേക്ക് ഇതിനപ്പുറവും മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരുന്നു ബ്രഹ്മദേവൻ. പക്ഷേ അപ്പുറവും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനും അപ്പുറം നമുക്കറിയാൻ സാധിക്കും. ഇപ്പം നമുക്ക് 80 വയസ്സായാൽ ഞാൻ എങ്ങനെ ഇരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുമാത്രമല്ല, ഏത് കാലഘട്ടത്തിനെ പറ്റിയും വരാൻ പോകുന്നതിനെ പറ്റിയും എല്ലാം അറിയാൻ കഴിവുള്ള ഒരാളായിരുന്നു ബ്രഹ്മദേവൻ. പക്ഷെ എപ്പോൾ ബ്രഹ്മദേവൻ കള്ളൻ പറഞ്ഞോ, ആ അപ്പുറം കാണാൻ കഴിവുള്ള മുഖം ആ ഒരു തല നുള്ളിക്കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? കള്ളം പറയുന്നവൻ ഒരിക്കലും അപ്പുറം കാണാൻ കഴിവുണ്ടാവില്ല. ഋഷയോ സത്യദൃഷ്ടാര എന്നാണ് പറയുക. ഋഷിമാർ സത്യത്തെ ദർശിച്ചവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സത്യം പറയുന്നവർക്ക് മാത്രമേ അപ്പുറം ദർശിക്കാൻ സാധിക്കൂ. അപ്പം ഈ ഓരോ കഥകളിലും ഓരോ തത്വമുണ്ട്. ആ മഹാദേവൻ അവതരിച്ച ആ ഒരു സ്ഥലം, ആ ഒരു വളരെ വലിയ തേജോ പുഞ്ചം ഒരു ചെറിയ ശിവലിംഗമായിട്ട് മാറി. ആ ശിവലിംഗമാണ് ആചാര്യന്മാർ പറയുന്നത് തിരുവണ്ണാമലയിലെ ശിവലിംഗം എന്ന് പറയുന്നത്. ഈ ശിവലിംഗം പ്രത്യക്ഷമായത് ശിവരാത്രി ദിവസമാണ് എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഈ മാഘമാസത്തിലെ ശിവരാത്രി ദിവസം, ശിവരാത്രി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർഷത്തിലൊരു ശിവരാത്രി പറയാം, 6 മാസത്തിലൊരു ശിവരാത്രി പറയാം, അതുപോലെ തന്നെ മാസത്തിൽ 2 ശിവരാത്രി പറയാം. എല്ലാ ദിവസവും ശിവരാത്രി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് ഈ മാഘമാസത്തിലെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും പ്രദോഷവും ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചരിതം പറയുന്നത്, അതും ഈ ശിവരാത്രി നാളിലാണ് നടന്നതെന്ന് പറയുന്നു. മഹാദേവൻ പാലാഴി മഥന സമയത്ത് ആ കാളകൂട വിഷം വന്നപ്പോൾ ബാക്കിയെല്ലാം സ്വീകരിക്കാൻ ആൾക്കാർ ഇടിച്ചിടിച്ചിട്ടുണ്ടായിരുന്നു. വിഷം വന്നപ്പോൾ മാത്രം ആർക്കും വേണ്ട, പാവം മഹാദേവൻ മാത്രമേ അത് സ്വീകരിക്കാനുണ്ടായിരുന്നുള്ളൂ. ആ മഹാദേവൻ അതങ്ങ് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് പാർവതി ദേവി തൊണ്ടയിൽ കയറി പിടിച്ചത്. എന്താണ്? അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള ലോകം പോവും, ഇപ്പുറത്തോട്ട് പോയാൽ അകത്തോട്ടുള്ള ലോകവും പോവും. അപ്പം ഇതെല്ലാം നശിക്കും. അപ്പം അതുകൊണ്ടാണത് തൊണ്ടയിൽ അങ്ങ് നിർത്തിയത്. ആ മഹാദേവൻ ലോക സംരക്ഷണത്തിനായിട്ട് ഇത് ചെയ്തതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദേവന്മാർ ഉറക്ക അളച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുക, ദേവിയുമൊക്കെ. അതുകൊണ്ടാണ് നമ്മളോടും ഉറക്കളച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതെന്ന് ചരിതം പറയും. ഇതൊക്കെ നമുക്ക് പുരാണങ്ങളിലെല്ലാം കാണാം. പക്ഷേ ഇതിന് നമ്മൾ മറ്റൊരു വശം ചിന്തിച്ചാൽ, കഥകളാണ് മനുഷ്യ മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഈ ചരിതമൊന്നും നടന്നിട്ടില്ല എന്നല്ല, പക്ഷെ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ഈ ചന്ദ്രൻ വളരെ ക്ഷീണിതനായിട്ട് നിൽക്കുന്ന ദിവസമാണ്. ആ സമയത്താണ് ഈ ഏകാദശ രുദ്രന്മാർ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. പക്ഷെ രുദ്രൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക്
പല ചിന്തകൾ വരും. രൗദ്രം എന്ന് പറയുന്ന ഭാവമൊക്കെ വരും. അപ്പം ഈ രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ഒരു പേരായിട്ട് പറയും. അത് കേൾക്കുമ്പോഴേ പേടിയാണ്. ഇപ്പം ഏറ്റുമാനൂരപ്പനെ അഘോരമൂർത്തി എന്നാണ്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. ഘോരെന്ന് പറഞ്ഞാലല്ലേ പേടിക്കേണ്ടത്, അഘോരെന്ന് പറഞ്ഞാൽ പാവം, പഞ്ചപാവാണെന്നാണ് അർത്ഥം. ക്ഷിപ്രപ്രസാദിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് ജ്യോത്സ്യന്മാരും സമർപ്പണത്തിനായിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥലം ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. കാരണം ക്ഷിപ്രപ്രസാദിയാണ്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ രൗദ്രരൂപം എടുക്കുന്നത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഏകാദശ രുദ്രന്മാർ എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനികളാണ്. ഭഗവാന്റെ രുദ്രരൂപം നമുക്ക് നല്ലതാണ്. ഭഗവാൻ രുദ്രരൂപം എടുക്കുന്ന എന്തിനാണ്? ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനാണ്. ഭഗവാൻ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനായിട്ട് രൗദ്രഭാവം കൈക്കൊണ്ടു. അതേ നരസിംഹമൂർത്തിയുടെ മടിയിലല്ലേ, ഏത് മടിയിൽ വെച്ചിട്ടാണ് ആ ഹിരണ്യകശിപുവിനെ വലിച്ചു കീറിയത്? അതേ മടിയിൽ വെച്ചിട്ടല്ലേ പ്രഹ്ലാദനെ താലോലിച്ചതും. എന്നാലോചിച്ച് നോക്കിയേ, പ്രഹ്ലാദന് പേടിയുണ്ടോ ഭഗവാനെ? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ ഭാവം കൈക്കൊള്ളുന്നു? നമ്മളെപ്പോലെയുള്ള ഭഗവത് ഭക്തിയുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ രൗദ്രരൂപം കൊള്ളുന്നത്. അതുകൊണ്ട് നമ്മളതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആസുരിക ശക്തിയുള്ളവരെയും ദുഷ്ടന്മാരെയും നിഗ്രഹിക്കുന്നതിന് ഭഗവാൻ രൗദ്രരൂപം കൊള്ളുന്നു. പക്ഷെ ഈ രൗദ്രരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഭാവം എന്താണ്? ശാന്ത ഭാവമാണ്, അല്ലേ? നമ്മളെങ്ങനെയാ മഹാദേവന്റെ മന്ത്രം ചൊല്ലുക? ശിവം ശിവകരം ശാന്തം, അല്ലേ? മഹാവിഷ്ണുവിൻ്റെയോ? ശാന്താകാരം ഭുജകശയനം, ഇതാണ്. അപ്പോൾ ഈ ഭഗവാന്റെ ഭാവം 2 തരത്തിലുണ്ട്. ശ്രീരുദ്രത്തിൽ പറയും, യാതേ രുദ്ര ശിവ തനൂരഘോരാപാപകാശിനി. യാതേ രുദ്ര ശിവ, ശിവെന്ന് പറഞ്ഞാൽ മംഗളം, ശാന്തം എന്നുള്ള അർത്ഥമുണ്ട്. യാതേ രുദ്ര, ഭഗവാന് രൗദ്രം എന്നുള്ള ഭാവവും ശാന്തം എന്നുള്ള ഒരു ഭാവമുണ്ട്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയാൽ ആ മഹാദേവന്റെ പുറകിലായിട്ട് നമുക്ക് വൈറ്റ് വാഷ് ചെയ്തതുപോലെ കാണാൻ സാധിക്കും. അതിന് നെയ്മല എന്നാണ് പറയുക, പക്ഷെ വെണ്ണയാണെന്നാണ് പറയുക. വളരെ വലിയ മല പോലെ വെണ്ണ കാണാൻ സാധിക്കും. എത്ര വലിയ ചൂടിലും ഇത് ഉരുകാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഭഗവാൻ എത്ര ശാന്തനായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ ഭഗവാന്റെ ഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യരിലും ആ രൗദ്രഭാവമുണ്ട്, ശാന്തഭാവമുണ്ട്. ഏത് പ്രവൃത്തി എടുത്താലും ഉണ്ട്. ഇപ്പം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിച്ചാൽ അത് രൗദ്രഭാവം, ആവശ്യത്തിന് നമ്മൾ ആഹാരം കഴിച്ചാൽ അത് ശാന്തഭാവം, നമ്മൾ ആവശ്യത്തിന് അത്ര ശബ്ദത്തിൽ സംസാരിച്ചാൽ ശാന്തഭാവം, ആവശ്യത്തിൽ കൂടുതൽ ശബ്ദമെടുത്ത് സംസാരിച്ചാൽ അത് രൗദ്രഭാവം. അപ്പം ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു കൊള്ളുക. അപ്പോൾ ഭഗവാൻ ഈ 2 ഭാവം ഉള്ളത് ലോക നന്മയ്ക്കായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ലോക നന്മയ്ക്കായിട്ട് ഭഗവാൻ പല ലീലകളാടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മഹാശിവരാത്രി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹാശിവരാത്രി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടേണ്ടതാണ്. ഉത്സവങ്ങൾ പലതരത്തിലുണ്ട്. ഇപ്പം ഇവിടെ നമ്മളുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉത്സവം 2 തരത്തിലുണ്ട്. ഞാൻ ഈ ക്ഷേത്ര ഉത്സവം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ ചൈതന്യം പ്രസരിക്കുന്നത് എന്നുണ്ട്. അതിൽ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഉത്സവങ്ങളുണ്ട്. വ്രതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അതായത് വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഉത്സവങ്ങളുമുണ്ട്. അതിനും ഉത്സവം തന്നെയാണ് പറയുക. ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഉത്സവങ്ങളാണ് നവരാത്രി, ഓണം. ഓണം എന്താണ്? വാമന ജയന്തിയാണ്, അല്ലേ? അപ്പം ഇതൊക്കെ കുറച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നവയാണ്. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ. നേരെ മറിച്ച് വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഉത്സവങ്ങളാണ് വൈകുണ്ഠ ഏകാദശി, ശിവരാത്രി പോലെയുള്ളവ. അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. മഹാദേവനെ അന്ന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യാൻ പറ്റുക. ഇനി മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ദർശന സമയത്ത്
വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വിഗ്രഹമാണ്. പ്രത്യേകിച്ച് രൂപമില്ലാത്ത, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത ഒരു വിഗ്രഹമാണ് എന്ന് പറയും. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതാ ചൈതന്യമാണ്, ശക്തിയാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ബ്രഹ്മം എന്നെല്ലാം നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ മനസ്സിന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളതിന് രൂപം കൊടുത്തു, അല്ലേ? പക്ഷെ ആ രൂപം കൊടുത്ത ഈശ്വരനിൽ നിന്ന് നമ്മൾ എന്ത് വേണം? ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. രൂപമില്ലാത്ത, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതാണെന്നുള്ള തലത്തിലേക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒന്നെന്നുള്ള ഏകത്തിനെ ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കാൻ പറ്റുന്നത് ശിവനാണ്. ശിവൻ മംഗളമാണ്, മുമ്പ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മറ്റ് ദേവന്മാർക്കെല്ലാം നമ്മൾ കൈയും കാലും ഒക്കെ വെച്ച് നമ്മൾ ആരാധിച്ചിട്ട് ശിവലിംഗത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. പക്ഷേ ചിദാനന്ദപുരി സ്വാമിജികളൊക്കെ പറയും, അവിടെയും നമ്മൾ എന്ത് ചെയ്യും? തൃക്കണ്ണൊക്കെ കൊണ്ടുവയ്ക്കും, അല്ലേ? അപ്പോൾ വീണ്ടും അതിന് കണ്ണുകളൊക്കെ ആയി. പക്ഷെ ആ ഒരു രൂപമില്ലാത്ത ലിംഗം എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഈശ്വരനെ സൂചിപ്പിക്കുന്ന അതിനെ നമ്മൾ രൂപമില്ലാത്തതായിട്ട് പോലും അതിലും ഈശ്വരനെ നമ്മൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്, നമ്മൾ അതിലുള്ള ചൈതന്യം ഈശ്വരനെയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ മഹാദേവൻ്റെ ആരാധന വളരെ ആഴത്തിലുള്ള ആ ഒരു തത്വത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കണം. പക്ഷെ അതിനായിട്ടുള്ള ഏറ്റവും നല്ല വഴികൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ആദ്യം തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വളരെ വലിയ ഭഗവത്ഗീതയും ഒന്നും പഠിപ്പിക്കണമെന്ന് പറയില്ല. ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ ആണെങ്കിൽ ശ്ലോകങ്ങളെല്ലാം പഠിപ്പിക്കാമെന്ന് ആചാര്യന്മാർ പറയും. പക്ഷേ അതിലെ വളരെ ആഴത്തിലുള്ള തത്വമൊക്കെ വളരെ കുട്ടിക്കാലത്തിലേ പഠിപ്പിച്ചാൽ ഒരു ഭിക്ഷക്കാരൻ പോകുന്ന കണ്ടാൽ ചിലപ്പോൾ പറയും, അത് കഴിഞ്ഞ ജന്മത്തിലെ പ്രാരബ്ധം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ വന്നത് തോന്നും, കരുണ വരില്ല. എന്നാൽ അദ്ദേഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്ക് തന്നതായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, രാമായണവും മഹാഭാരതവും പോലെയുള്ള, അല്ലെങ്കിൽ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട്, ഇതിഹാസങ്ങളും പുരാണങ്ങളും കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക. അതുപോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ ചരിതങ്ങൾ, ഐതിഹ്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ അടുത്ത ഭാരതത്തെ നയിക്കാനുള്ള ഒരു തലമുറയായിട്ട് നമുക്കവരെ കാണാൻ സാധിക്കൂ, അവരെ വളർത്താൻ നമുക്ക് സാധിക്കും. അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ആദ്യം തന്നെ, ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് മതപാഠശാല ഉണ്ടോയെന്ന് അറിയില്ല, കുട്ടികൾക്കായിട്ടുള്ള മതപാഠശാലകൾ നടത്തുക, ആചാര്യന്മാർ നല്ല നല്ല കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിലുള്ള തത്വം പറഞ്ഞു കൊടുക്കുക, അമ്മമാർ അച്ഛന്മാർ കൃത്യമായിട്ടും നിർബന്ധമായിട്ടും കുട്ടികളെ മതപാഠശാല ക്ലാസ്സുകളിലേക്ക് വിടുക. എങ്കിൽ മാത്രമേ കുട്ടികളിലേക്ക് ഇതുപോലുള്ള ചരിതങ്ങൾ എത്തുകയുള്ളൂ. ചെറുപ്പകാലത്ത് ഇതുപോലുള്ള ചരിതങ്ങൾ ഉള്ളിൽ കിടന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ അവയെല്ലാം ചെറുതായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഭഗവത് കൃപയുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അർത്ഥം പിടികിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചരിതങ്ങൾ, കഥകളിലൂടെയാണ് നമ്മളുടെ സംസ്കാരം വളർന്നിരിക്കുന്നത്. അത് എവിടെ പോയി നോക്കിയാലും അറിയാം. ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ക്ഷേത്രങ്ങൾ സംബന്ധിയായിട്ട് ധാരാളം ഇതുപോലെ ചരിതം പറയുന്ന ഒരു വേദികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു രീതി തുടങ്ങിയത് അധിക കാലമായിട്ടില്ല. ആദ്യകാലങ്ങളിൽ മതപ്രഭാഷണം എന്നുള്ള പേരിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് ഇടയ്ക്ക് ഒരു കാലത്ത് ഗാനമേളയ്ക്കും സിനിമാ പാട്ടിനും ഒക്കെ ആയിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്ന് ചില ക്ഷേത്രങ്ങളിലെങ്കിലും ഈ ഒരു രീതി കുറച്ച് മാറി വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകൾക്കും സത്സംഗങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അതിന് കാരണവും ഇത് തന്നെയാണ്. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ശരിയായ രീതിയിൽ എത്തിയില്ല എങ്കിൽ
പിന്നെ നമ്മളുടെ തലമുറ നമ്മളിൽ നിന്നും കൈവിട്ടു പോയി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൽ വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിലെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പുരാണങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇപ്പം ലിംഗപുരാണമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, ശിവപുരാണമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ പുരാണങ്ങളിൽ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ചരിതങ്ങൾ പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് കുറച്ച് അതിശയോക്തിയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ അതിൽ ആഴത്തിലുള്ളൊരു തത്വമുണ്ട്. അതിൽ പല സ്ഥലങ്ങളെ പറ്റി പരാമർശമുണ്ട്. ഈ പരാമർശങ്ങളാണ് ഭാരത സംസ്കാരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബദരിയും കേദാറും ഒക്കെ ഹിമാലയത്തിലുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇവയെല്ലാം മഞ്ഞു മൂടി ഈ സ്ഥലങ്ങളൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. പിന്നീട് ഈ ബദരിയും കേദാറുമൊക്കെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞത് ശങ്കരാചാര്യരാണ്. ആദി ശങ്കരാചാര്യർ ഇത് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുരാണം നോക്കിയിട്ടാണ്, സ്കന്ദ പുരാണം നോക്കിയിട്ടാണ്. 18 പുരാണങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് 18 മഹാപുരാണങ്ങൾ ഉള്ളതായിട്ട് പറയും. അതിൽ ഏറ്റവും വലുതായിട്ടുള്ള പുരാണമാണ് സ്കന്ദപുരാണം. പേര് സ്കന്ദപുരാണം എന്നാണെങ്കിലും അതിൽ മുരുകൻ്റെ കഥ മാത്രമല്ല, മഹാദേവൻ്റെ ചരിതങ്ങളും എല്ലാം ഉണ്ട്. മാത്രമല്ല ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, വളരെ വിശേഷപ്പെട്ട സ്ഥലങ്ങളെപ്പറ്റി, പുണ്യതീർത്ഥങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത് സ്കന്ദപുരാണത്തിലാണ്. അപ്പോൾ ആദി ശങ്കരാചാര്യർ എന്ത് ചെയ്തു? സ്കന്ദപുരാണം എടുത്ത് വായിച്ചു മനസ്സിലാക്കി ഓരോ സ്ഥലത്തും ചെന്ന് നിന്ന് അവിടുത്തെ ലക്ഷണങ്ങൾ നോക്കി. ഇപ്പം നമുക്ക് ബദരിയിൽ അറിയാം, ബദരി ക്ഷേത്രത്തിൻ്റെ ഇത്ര ദൂരം ചെന്നാൽ അവിടെ മാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ വ്യാസഗുഹയുണ്ട്. ഈ വ്യാസഗുഹയിലിരുന്നാണ് വ്യാസഭഗവാൻ മഹാഭാരതം രചിച്ചത്. അതിനോട് തൊട്ട് ചേർന്നായിട്ട് സരസ്വതി നദി ഉത്ഭവിക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള വരവാണ്, കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ടുള്ള വരവിൽ വരുന്നുണ്ട്. അപ്പം അവിടെ തന്നെ ഭീംപുൽ എന്ന് പറയുന്ന വളരെ വലിയ ഒരു പാലമുണ്ട്. ഭീമൻ ദ്രൗപദിക്ക്, അതായത് അവസാനത്തെ പ്രസ്ഥാനം പോകുമ്പോൾ ദ്രൗപദിക്ക് കടക്കാനായിട്ട് ഇട്ടുകൊടുത്താണെന്ന് പറയുന്ന പാലൊക്കെ ഉണ്ട്, വലിയൊരു പാറക്കല്ല്. അപ്പം ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾ, അവിടെയുള്ള വൃക്ഷങ്ങൾ, അവയുടെ പ്രത്യേകത, ഈ മരങ്ങൾ ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് ചില പ്രത്യേക രീതിയിലുള്ള മരങ്ങളെ വളരും. ഇപ്പം നമ്മൾ ഹിമാലയത്തിൻ്റെ ഭാഗത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈൻ മരങ്ങളായിരിക്കും വരിക. പക്ഷെ അതും കഴിഞ്ഞ് പിന്നെയും ഹൈറ്റിലേക്ക് പോയാൽ, ഇപ്പം കേദാറൊക്കെ ഒരു 11,000 അടി ഉയരത്തിലാണ് കേദാർ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് തുംഗനാഥ് നിൽക്കുന്നത്. നേരെ മറിച്ച് കൈലാസം പോയാലോ, കൈലാസത്തിലെ ഏറ്റവും ഉയരം എന്ന് പറയുന്നത് നമ്മൾ ഡ്രോൾമാല പാസ് എന്ന് പറയുന്ന 19,000 അടിയാണ്. ഇനി അത്ര പോയില്ലെങ്കിൽ പോലും കൈലാസത്തിൽ ചെന്ന് പരിക്രമണം ചെയ്യുമ്പോൾ ഒരു മരം പോലും കാണാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ പുല്ല് കണ്ടാൽ വലിയ ഭാഗ്യം, അത്രേ ഉള്ളൂ. കാരണം അത്രയും ഉയരത്തിൽ ചെടികൾക്ക് വളരാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ എടുത്തെടുത്ത് പറഞ്ഞ് കൃത്യമായിട്ട് ഇത് ഇന്നതാണ്, ഇന്ന സ്ഥലമാണ്, അവിടെ വളരുന്ന മരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചതും അവിടെ പല ബുദ്ധമത പ്രഭാവം ഉണ്ടായിട്ടും അതിനെല്ലാം മാറ്റി ആദിശങ്കരാചാര്യർ അവിടെ പൂജാക്രമം നടപ്പിലാക്കിയതും. ഇതുപോലെ തന്നെയാണ് കൈലാസത്തിനെ പറ്റിയുള്ള വർണ്ണന. നമുക്ക് ലിംഗപുരാണം നോക്കിയാൽ കൈലാസം എന്ന് പറയുന്നത് പഞ്ചകൈലാസമുണ്ട്, 7 കൈലാസം ഉണ്ടെന്നൊക്കെ പറയും. നമ്മൾ ശരിക്കും കൈലാസ മാനസരോവർ എന്ന് പറയുന്നത്, മാനസ സരസ് എന്ന് പറയുന്നത് ഇന്ന് ടിബറ്റിലാണ്. ഇന്ന് ടിബറ്റിലാണെന്ന് പറയാൻ പറ്റില്ല, ടിബറ്റ് ചൈന എടുത്തു. ഇപ്പം ഈയിടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് ചൈന എന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അവിടെയാണ് ഈ കൈലാസം. പക്ഷെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ നമുക്ക് നോക്കിയാൽ ലിംഗപുരാണത്തിൽ പല അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരൊക്കെ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൈലാസത്തിൽ ഇപ്പം ഇവിടെ പ്രദോഷത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ പ്രദോഷത്തിൻ്റെ പ്രത്യേകത, മഹാദേവൻ ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് പറയും. മഹാദേവൻ പാർവതീ ദേവിയെ സിംഹാസനത്തിലിരുത്തി താണ്ഡവ നൃത്തം ആടുന്ന സമയമാണ് പ്രദോഷം എന്ന് പറയും.
അപ്പം ആ സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ വന്ന് നാരദ മഹർഷി വീണ വായിക്കും, ദേവേന്ദ്രൻ മൃദംഗം വായിക്കും, എല്ലാ ദേവന്മാരുമുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം കിട്ടുമെന്ന് പറയും. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രദോഷത്തിൻ്റെ പ്രാധാന്യമൊക്കെ പ്രഭാഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിലേക്ക് കടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ആ ഒരു പ്രദോഷത്തിൻ്റെ മഹാത്മ്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ കൈലാസത്തിൽ ആരൊക്കെ വസിക്കുന്നു, എല്ലാ ദേവന്മാരുടെയും വാസസ്ഥാനം ഈ കൈലാസത്തിലുണ്ട്. അവിടെ ഈ കൈലാസം എന്ന് പറയുന്ന പ്രധാന പർവ്വതവും അതിനോട് ചേർന്ന് ധാരാളം മറ്റു പർവ്വതങ്ങളുമുണ്ട്. ഓരോയിടത്തും ആരെല്ലാം വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇവരെ ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ കൈലാസയാത്ര നടത്താൻ പറ്റി. 3 ദിവസം കൊണ്ട് പരിക്രമം പൂർത്തിയാക്കാനും സാധിച്ചു. പക്ഷേ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? പക്ഷേ ഇതെന്തുകൊണ്ടാണ് എന്ന് ഒരിക്കൽ ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ലിംഗപുരാണത്തിൽ ഉള്ളത് വായിച്ചിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ പോകുന്നവർക്ക് ഇതിൻ്റെ സത്സംഗം എടുത്തു കൊടുത്തിരുന്നു ഓൺലൈനായിട്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കൈലാസത്തിന് മാനസ സരസ് ബ്രഹ്മാവിൻ്റെ മനസ്സിലെ സങ്കല്പത്തിൽ നിന്നുമുണ്ടായ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമാണ്. പാർവതി ദേവിക്കും ഒക്കെ നീരാടാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത് കൊണ്ട് കൈലാസ പരിക്രമണം നടത്തുമ്പോൾ ഇവിടെ എല്ലാം ഇവരുണ്ട് എന്ന് ചിന്തിച്ചു. നമ്മൾ ഒരു കുതിരപ്പുറത്താണ് പോയത്. നടന്നും പോകാം, കുതിരപ്പുറത്തും പോകാം. അപ്പം നമ്മൾ എന്താണ്, യദ്ഭാവം തദ്ഭവതി എന്നാണ് പറയുക. നമ്മുടെ മനസ്സിൻ്റെ ഭാവം എങ്ങനെയാണോ അതുപോലെയാണ് കാര്യങ്ങൾ വരിക. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഈ കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ ഞാൻ നന്ദിയുടെ പുറത്താണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ മഹാദേവനെ എങ്ങനെയാണ് കാണുക, പാർവതി ദേവി മുന്നിലിരിപ്പുണ്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മഹാദേവൻ എന്നെ നല്ലപോലെ കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ കുതിരക്കാരനുണ്ട്. അപ്പം അത് ഭൂതഗണമോ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം അവർ നമ്മളെ നോക്കാനുണ്ട്, ഭൂതഗണങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം വേറെ എന്നാണ്. അതുപോലെ കൈലാസ ആ പർവ്വതമൊക്കെ കാണുമ്പോൾ ഓരോരോ വരകൾ, ഓരോരോ ചിലപ്പോൾ വാതിലുകളൊക്കെ തോന്നും. അപ്പം നമുക്ക് തോന്നും ഇത് ചിലപ്പം സുബ്രഹ്മണ്യൻ കുട്ടൻ്റെ വീടായിരിക്കും, മറ്റേത് ഗണപതിക്കുട്ടൻ്റെ വീടായിരിക്കും. കാരണം ഇവരുടെ എല്ലാം ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ സത്യസായി ബാബയോട് ഒരിക്കലൊരു ഭക്ത ചോദിച്ചു, ബദരിയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, ഇവിടെ ഇന്നും ഋഷീശ്വരന്മാരൊക്കെ തപസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ, പക്ഷെ ഇവരെ ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. അത്രമാത്രമുള്ള പുണ്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവരെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു പക്ഷെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബാബ പറഞ്ഞു എന്നെ ഒന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീ ബാബായെ ഒന്ന് തൊട്ടു. ബാബായെ തൊട്ടപ്പോൾ കണ്ടത് കുറച്ച് ദൂരെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഒരു കുടില്, ഒരു ഋഷിയുടെ കുടില് പോലെ ഇരിക്കും, ഒരു കുടീരം പോലെ. അതിന് മുന്നിലായിട്ട് വളരെയധികം പ്രായം ചെന്ന ഒരു താപസൻ, ഒരു ഋഷി തപസ് ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിരലൊക്കെ നഖമൊക്കെ വളരെയധികം നീണ്ട് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നും ഇതുപോലെ വസിഷ്ഠമുനിയും വിശ്വാമിത്ര മുനിയും ഒക്കെ ഇവിടെ തപസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഹിമരൂപികളായിട്ടാണ് തപസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇല്ലേ നമ്മളാരും സൗകര്യം കൊടുക്കില്ല എന്ന്. അപ്പം അതുകൊണ്ട് അവരെല്ലാം ഒരു പക്ഷേ വൃക്ഷങ്ങളായിട്ടോ ഹിമരൂപികളായിട്ടോ മഞ്ഞിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴെന്താണ്, ഇവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം. നമ്മൾ പൊതുവെ തീർത്ഥസ്ഥലങ്ങൾ എന്ന് പറയും. തീർത്ഥം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന തീർത്ഥമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പുണ്യസ്ഥലങ്ങൾ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ തീർത്ഥസ്ഥലങ്ങൾ എന്നുള്ളവ ഏത് കാറ്റഗറിയിലാണ് പെടുക? പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തീർത്ഥസ്ഥലങ്ങളാണ്.
അതിന് കാരണം എന്താണ്? പുരാണത്തിൽ ഓരോരോ ചരിതമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ദാരിക വനത്തിൽ ഋഷിമാര് തപസ് ചെയ്തു എന്ന് പറഞ്ഞു. സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നൈമിഷാരണ്യത്തെ പറ്റി പറയും. ഓരോരോ ഭാഗത്തിലായിട്ട് അയോധ്യയെ പറ്റി സ്കന്ദപുരാണത്തിൽ 10 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അയോധ്യ എന്നുള്ള പേരിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് സപ്തമോക്ഷപുരികളിൽ ആദ്യത്തെ സ്ഥാനം അയോധ്യയ്ക്കാണ്. എന്തുകൊണ്ട്? അപ്പം അവിടെ എത്ര സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു? അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരവത്യാം ചൈവ സപ്തൈതേ മോക്ഷദായക. ആദ്യത്തെ പേര് അയോധ്യയാണ്. അപ്പം ആചാര്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ മോക്ഷപുരികളിൽ ആദ്യം അയോധ്യ വരാൻ കാരണം എന്താണ്? എന്നിട്ടാണ് നമുക്ക് ഇന്ന് സംശയം. ഇത്രയും കാലം മുമ്പ് സ്കന്ദപുരാണത്തിൽ 10 അധ്യായങ്ങളിലായിട്ട് അയോധ്യ പൂർണ്ണമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ പട്ടണം എങ്ങനെ ഉണ്ടായി? വൈവസ്വത മനു തൻ്റെ മനസ്സിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ടൗൺഷിപ്പാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോസലത്തിൻ്റെ ക്യാപിറ്റലാണ് എന്ന് പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ആരെല്ലാം ഭരിച്ചിരുന്നു, എങ്ങനെയായിരുന്നു അത്, വളരെ വലിയ ഹൈവേകൾ, അതുപോലെ തന്നെ വെള്ളം നനച്ചു കൊടുക്കാനുള്ള, റോഡിലൊക്കെ വെള്ളം നനച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. ഇന്നത്തെ പോലെ വഴിയരികിൽ വളരെ വലിയ വൃക്ഷങ്ങൾ നട്ടുപിടിച്ചിരുന്നില്ല. അവിടെ പൂക്കളുള്ള ചെടികളാണ് വെച്ചു പിടിപ്പിച്ചിരുന്നത്. കാരണം എന്താണ്? വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ചാൽ അവ വലുതായാൽ വഴിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേരൊക്കെ പോകുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നെങ്ങനെയാണ്? വലിയ വലിയ വൃക്ഷങ്ങളാണ് വെച്ചു പിടിപ്പിച്ചിരിക്കുക, അല്ലേ? അപ്പം ഇതെല്ലാം അയോധ്യയെ പറ്റിയുള്ള ചരിതങ്ങളുണ്ട്. അപ്പം എത്ര പുണ്യസ്ഥലങ്ങളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അയോധ്യ, മധുര, മായ എന്ന് വെച്ചാൽ ഹരിദ്വാർ, മായാപുരി എന്നാണ് പണ്ട് പേര്. കാശി ഒക്കെ അറിയാലോ, കാഞ്ചി, അവന്തിക, ഉജ്ജയിൻ. പുരി എന്ന് പറഞ്ഞാൽ ഇത്രയും പുരങ്ങളും, ദ്വാരവത്യം ചെയ്യുക, ദ്വാരക. അപ്പോൾ ഇവിടെയൊക്കെയുള്ള പ്രത്യേകത, ഈ സ്ഥലങ്ങളിലെല്ലാം ഭഗവാന്റെ ലീലകൾ നടന്നതാണ്. ഭഗവാൻ തൻ്റെ സ്വരൂപമെടുത്ത് ലീലയാടിയതാണ്. അതുകൊണ്ട് എന്താണ്? അവിടെ ഭഗവത് ചൈതന്യം കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ ഞാൻ ധാരാളം വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഓർപ്പിക്കാം. ഇപ്പം ഇവിടെ ഞാൻ വന്നിരുന്നു പ്രഭാഷണം നടത്തിയിട്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാളെയോ വല്ല ഒരു പോലീസ് നായയെ കൊണ്ടുവന്നാൽ പോലും അതിന് മണത്ത് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ സാന്നിധ്യം. എന്തുകൊണ്ടാണ്? നമ്മൾ എവിടെ ഇരിക്കുന്നോ, എവിടെ തൊടുന്നോ, അവിടെയെല്ലാം നമ്മളുടെ ഊർജം നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവതരിച്ച് ലീലയാടിയ ഭൂമിയാണെങ്കിൽ അവിടുത്തെ ഊർജം എന്തായിരിക്കും? ആ ഊർജത്തിനൊരു കുറവ് സംഭവിക്കുമോ? അതുകൊണ്ടാണ് ഈ അയോധ്യ, ദ്വാരക, അല്ലെങ്കിൽ ജ്യോതിർലിംഗങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ, ഇവിടെയെല്ലാം പ്രാധാന്യം. അതായത് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും ഭഗവത് ലീലകൾ നടന്നതാണ്. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതാണ്. വളരെയധികം തേജസ് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയാൽ എന്ത് സംഭവിക്കും? നമ്മളിലേക്കും ആ ചൈതന്യം പ്രവേശിക്കും. ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ നമ്മുടെ ശരീരത്തിലേക്ക് ചൂട് പ്രവേശിക്കാൻ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എത്ര കഴിവുണ്ടോ അത്രയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ചൈതന്യം, ഇതുപോലെ പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം തേജസ് ഉണ്ടോ, ചൈതന്യമുണ്ടോ, നമുക്ക് സാധനാബലമുണ്ടോ, അത്രയും ചൈതന്യം നമുക്ക് ഇവിടെ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വരുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകണം, തീർത്ഥാടനം ചെയ്യണമെന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാധാന്യം. ഭഗവാൻ സത്യസായി ബാബ പറയും, തീർത്ഥാടനത്തിന് പോയാൽ ഷോപ്പിങ്ങിലല്ല അധികം ശ്രദ്ധിക്കേണ്ടത്. എന്ത് മേടിക്കാം? ആ ഒരു ക്ഷേത്രം, അവിടുത്തെ വിഗ്രഹത്തിനെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ പടമോ വിഗ്രഹമോ മേടിച്ചുകൊണ്ട് നമ്മൾ വരാം. കാരണം നമ്മൾ തൊഴുതിട്ട് വന്നാലും ചിലപ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പം നമ്മൾ ജ്യോതിർലിംഗങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ വേണമെങ്കിൽ ഒരു ചെറിയ രൂപം മേടിച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഓർമ്മ വരും നമ്മൾ പ്രാർത്ഥിച്ചത് ഇതാണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ തിരുനാവായൽ അല്ലെ കുംഭമേള നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം
വളരെയധികം ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടം ഇതെല്ലാം വിസ്മൃതിയിലാക്കി. അപ്പം നമ്മളുടെ ആചാര്യന്മാർ, മഹാമണ്ഡലേശ്വർ ഉൾപ്പെടെയുള്ളവർ ഇതിനെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഒരു വളരെയധികം ഉയർച്ചയുടെ അല്ലെങ്കിൽ വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചു കാലം മുമ്പുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മതപ്രഭാഷണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, അന്ന് മതപ്രഭാഷണം എന്നാണ് പറയുക, വളരെ കുറവ് ആളുകളേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഞാൻ ധാരാളം വേദികളിൽ പോകുന്നത് കൊണ്ട് അനുഭവമാണ്. എങ്കിലും സംഘാടകർക്ക് ചില ടെൻഷനൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും അന്നദാനത്തിന് മുമ്പായിട്ട് വെക്കും. അപ്പോൾ അവർ പറയാം ആളുകൾ കൂടുതൽ വരും, അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് ഭഗവത് കഥകളൊക്കെ കേൾക്കട്ടെ എന്ന്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇന്ന് നിങ്ങളൊന്ന് ചുറ്റുവട്ടം നോക്കുക, ജീർണിച്ച് കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രമുണ്ടോ? ഏത് ക്ഷേത്രം നോക്കിയാലും അത് പുനരുദ്ധാരണത്തിൻ്റെ ഒരു പാതയിലായിരിക്കും. വളരെ കുറവാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിൽ ആ സനാതന ധർമ്മത്തെ പറ്റിയുള്ള ആ ഒരു വളരെയധികം ബോധം നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. എല്ലാ കാലവും സനാതനധർമ്മത്തിനൊരു ചെറിയ ക്ഷീണമൊക്കെ തട്ടിയാലും നമ്മൾ ആ സനാതനധർമ്മം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു സനാതനധർമ്മം അനുസരിച്ച് ജീവിച്ച് ആ രാമരാജ്യം നമുക്കിവിടെ സ്ഥാപിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ രാമരാജ്യം എന്ന് പറയുന്നത്? ഇത് കേൾക്കുമ്പോഴേ ചിലർക്ക് വിഷമാണ് ഈ രാമരാജ്യം എന്ന് കേൾക്കുമ്പോൾ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ധാർമ്മികമായിട്ടുള്ള രാജ്യം. അവിടെ ഭരിക്കുന്നവർ ധർമ്മിഷ്ഠരാണ്, ജനങ്ങളും ധർമ്മിഷ്ഠരാണ്. ഇത്രയേ ഉള്ളൂ. കാരണം എന്താണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം വിഗ്രഹരൂപമെടുത്തതാണ് രാമൻ. രാമൻ ധർമ്മത്തെ പിന്തുടർന്നിട്ടില്ല. രാമൻ തന്നെയാണ് ധർമ്മം, ധർമ്മം തന്നെയാണ് രാമൻ. അപ്പം രാമായണം എടുത്താൽ രാമൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് ധർമ്മമാണ്. പക്ഷെ ഇത്ര കാലമായിട്ടും ഇന്നും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരാൾ രാമനാണ്. എന്തിന്? സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർ പോലും ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് രാമനെയാണ്. അതിന് കാരണം നമ്മൾ രാമായണവും ധർമ്മവും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കണമെങ്കിൽ ആദ്യം എന്തു വേണം? ധർമ്മത്തിൻ്റെ ഗതി നമ്മൾ മനസ്സിലാക്കണം. ആ ധർമ്മത്തിൻ്റെ ഗതി മനസ്സിലാക്കി രാമൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ ഗതി സൂക്ഷ്മമാണ്. അപ്പം ഒരു ഉദാഹരണം പറയാം. സീതാദേവിയെ കാട്ടിലേക്ക് അയച്ച രംഗം ഏറ്റവും കൂടുതൽ രാമനെ ആളുകൾ വിമർശിക്കുന്നതാണ്. ഇവിടെ എല്ലാവരും പറയും സ്വന്തം ഭാര്യയെ കാട്ടിലേക്ക് അയച്ചില്ലേ എന്ന്. അതായത് ഇവിടെ രണ്ട് ധർമ്മം ശ്രീരാമൻ്റെ മുന്നിൽ വരുന്നുണ്ട്. ഒന്ന് രാജാവിൻ്റെ ധർമ്മവും ഭർത്താവിൻ്റെ ധർമ്മവും മുന്നിൽ വരുന്നുണ്ട്. ധർമ്മത്തിന് രണ്ട് വശങ്ങളുണ്ട്. രണ്ട് തെറ്റ് വന്നാൽ രണ്ടും സ്വീകരിക്കാതിരിക്കാം. ഒരു ശരിയും തെറ്റും വന്നാൽ ശരി സ്വീകരിക്കാം. രണ്ട് ശരി വന്നാൽ മുഖ്യമായിട്ടുള്ളതിനെ എടുക്കണം. അപ്പോൾ രാജധർമ്മവും ഭർത്തൃധർമ്മവും മുന്നിൽ വന്നാൽ ഏതേ സ്വീകരിക്കാവുള്ളൂ? രാജധർമ്മമേ സ്വീകരിക്കാവുള്ളൂ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ കരുത്തുള്ളവന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. തൻ്റെ കുടുംബത്തെ പോലും ത്യജിച്ചിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക. കാരണം ആ ഒരു രീതിയിലുള്ള നടപടി എടുത്താലേ പ്രജകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അനൈക്യവും മാറ്റാൻ സാധിക്കും. ഇല്ലെങ്കിൽ രാജ്യത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല കുടുംബത്തിലേക്ക് ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ കഠിന ഹൃദയനായി സീതയെ കാട്ടിലേക്ക് അയക്കുന്ന ശ്രീരാമൻ എന്ന രാജാവിനെയും പിന്നീട് കൊട്ടാരത്തിനുള്ളിൽ പോയി അന്തപുരത്തിലിരുന്ന് പൊട്ടിക്കരയുന്ന ഭർത്താവായിട്ടുള്ള ശ്രീരാമനെയും കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ? ഒരാൾ നമ്മളോട് വന്ന ഒരു തെറ്റ് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണെന്ന് ഒരു 100 പ്രാവശ്യം പറയുമ്പോൾ നമ്മളും വിചാരിക്കും അത് ശരിയാണ്. ഇതുപോലെയാണ് നമ്മൾ പല രാഷ്ട്രീയക്കാരെയും കാണുമ്പോൾ അവർ സ്വന്തം കുടുംബത്തിന് വേണ്ടി രാജ്യത്തെ ത്യജിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കണ്ട് ശീലിച്ച് നമുക്ക് പലപ്പോഴും തോന്നും അതാണ് ശരി
എന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. എന്നാലും സ്വന്തം കുടുംബത്തിന് സ്വന്തം ഭാര്യ ഇങ്ങനെ ചെയ്യാമായിരുന്നോ? കാരണം നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ലേ. അപ്പം അതുകൊണ്ട് ഈ രാജ്യം ഒരു ക്ഷേമരാഷ്ട്രം, നമ്മുടെ രാഷ്ട്രം എന്ന് തന്നെ ഞാൻ വാക്കുപയോഗിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാകണമെങ്കിൽ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. ആരൊക്കെ മനസ്സിലാക്കണം? ഭരണാധികാരികളും മനസ്സിലാക്കണം, ജനങ്ങളും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇവിടെ രാമരാജ്യം ഉണ്ടാവൂ. രാമരാജ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ രാജ്യം എല്ലാ തരത്തിലുള്ള ക്ഷേമം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അന്ന് ഭാരതം എല്ലാ രാജ്യങ്ങളുടെയും തലപ്പത്തെത്തും, നയിക്കുന്ന പദവിയിലെത്തും. ട്രെയിനിൻ്റെ എൻജിൻ പോലെ എല്ലാവരെയും വലിച്ചുകൊണ്ട് പോകുന്ന, നയിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും. അതിനുള്ള ഏക മാർഗം സനാതന ധർമ്മം മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവസാന ശ്വാസം വരെ ജീവിക്കുക. അതിനായി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.